ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ജൂലൈ 26 വെള്ളിയാഴ്ച കൃഷ്ണപക്ഷ ഷഷ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മാസം 2 ഷഷ്ടികൾ വരും, 2 ഏകാദശികൾ വരും, 2 പ്രദോഷം വരും. ഇതെല്ലാം നമുക്കറിയാം, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. അപ്പോൾ ഷഷ്ടിവ്രതം ആചരിക്കുന്ന എല്ലാവരും സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിലുള്ളവർ ശുക്ലപക്ഷ ഷഷ്ടിയാണ് ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്നത്. ചിലർ 2 ഷഷ്ടികളും എടുക്കും, അതായത് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും എടുക്കും. നാളത്തെ ദിവസം കൃഷ്ണപക്ഷ ഷഷ്ടിയാണ്. വ്രതം എടുക്കുന്നവർക്ക് വ്രതത്തിലിരിക്കാം. അതല്ലാത്തവർ വേലായുധ സ്വാമിയുടെ പ്രത്യേകതയുള്ള ദിവസമാണ് എന്ന് മനസ്സിൽ ചിന്തിച്ച് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് വേണ്ടി പ്രത്യേകം പൂജകൾ നടത്തുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യാം. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് ഓം ശരവണായ ഭവയെന്ന ഭഗവാന്റെ ഏറ്റവും പ്രാധാന്യമുള്ള, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആ മൂലമന്ത്രം ഓം ശരവണ ഭവായ നമ എന്ന് 108 തവണ ജപിക്കാം. അതല്ലെങ്കിൽ ഓം വേലായുധ സ്വാമിയെ നമ എന്ന് ജപിക്കാം. സ്കന്ദഷഷ്ടി കവചം ജപിക്കാം. സുബ്രഹ്മണ്യ ശതനാമാവലി ജപിക്കാം. ഒക്കെ ജപിക്കാം. ഒന്നുമില്ലെങ്കിലും മനസ്സിൽ ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിക്കാം. ഇനി എന്തിനാണ് നമ്മൾ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ മുൻജന്മ പാപങ്ങൾ തീരാനും നമ്മുടെ കർമ്മദോഷങ്ങൾ മാറാനും നമ്മുടെ തലയിലെഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം പഴിക്കും, എൻ്റെ തലയിലെഴുത്താണ്, അതുകൊണ്ട് ഞാനിതൊക്കെ അനുഭവിക്കണം, എൻ്റെ ജാതകദോഷമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. എന്ത് ചെയ്താലും ശരിയാവാതിരിക്കുക, അതല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മൾ പഴി കേൾക്കേണ്ടി വരിക, എന്നും കഷ്ടപ്പാടും ദുരിതവുമായിരിക്കുക, നമ്മൾ വിചാരിക്കുന്നത് പോലെ സന്താനങ്ങൾക്കൊരു മേന്മയുണ്ടാകാതിരിക്കുക, ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക, എല്ലാം തടസ്സം. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, കൂടുതലും അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വക ദോഷങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ട് നമുക്ക് വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കാം. ഷഷ്ടിവ്രതം എടുത്ത് തന്നെ പ്രാർത്ഥിക്കാം. കാരണം വേലായുധ സ്വാമി മഹാജ്യോതിഷിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ തലയിലെഴുത്ത് വരെ മാറ്റാനുള്ള അത്രത്തോളം ശക്തിയുള്ള ആളാണ് വേലായുധ സ്വാമി. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് വേലായുധ സ്വാമി ഭജനം. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി എല്ലാവരും ജൂലൈ 26 വെള്ളിയാഴ്ച വേലായുധ സ്വാമി ഭജനത്തിനായിട്ട് സമയം കണ്ടെത്തുക. നമ്മളെല്ലാവരും പറയും ഈ 108 തവണ ജപിക്കണം. എന്താണ് 108ൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയാമോ? ഞാനിതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുകൂടാതെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. എല്ലാവരും അത് കേൾക്കണം. കാരണം നമ്മളെപ്പോഴും പറയും ജപിക്കുമ്പോൾ 108 തവണ ജപിക്കണം, ഒരു നാമം ചെല്ലുമ്പം 108 തവണ നാമം ചെല്ലണം, ജപമാലയിൽ 108 മുത്തുകൾ. എന്തിനാണ് ഈ 108 എന്ന് പറയുന്ന ഒരു സംഖ്യയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത് എന്നതിനെപ്പറ്റി വിശദമായിട്ടാണ് ഞാനത് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നതല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ആദിയോഗി സദ്ഗുരുവാണ് ഈ കാര്യം വ്യക്തമായി പറഞ്ഞു തന്നത്. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യമാണ് ഞാനതിനകത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ 108ൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജൂലൈ 26 വെള്ളിയാഴ്ച ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കുക. അതുപോലെ വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാന് മഞ്ഞപ്പട്ട് കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. ഭഗവാന് നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷമാണ്.
അതുപോലെ തന്നെ നാരങ്ങാമാല കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. നമുക്ക് എത്ര വയസ്സ് പ്രായമുണ്ടോ അത്രയും നാരങ്ങ നമ്മുടെ കൈകൊണ്ട് തന്നെ കോർത്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിന് വളരെ ഫലമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ 6 വലത്തിട്ട് ഷൺമുഖനെ തൊഴുന്നത് വളരെ വിശേഷമാണ്. ഇനി നമ്മുടെ യഥാശക്തി വഴിപാടുകളാണ് നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ടത്. നമുക്ക് എത്രയാണോ വഴിപാടുകൾ കഴിക്കാൻ പറ്റുന്നത്, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശക്തികളായിരിക്കും ഉള്ളത്, സാമ്പത്തിക സ്ഥിതി അതനുസരിച്ച്. ചിലപ്പോൾ ഒരു 5 രൂപയുടെ എണ്ണ മേടിച്ച് വെക്കുന്നതായിരിക്കാം നമുക്ക് ഉള്ളത്, അതല്ലെങ്കിൽ 1 രൂപ കാണിക്കയിട്ട് തൊടുന്നതായിരിക്കാം. എന്താണോ നമുക്ക് ശക്തിയുള്ളത് അത് ചെയ്ത് പ്രാർത്ഥിക്കുക. രാമായണം സീരീസ് എല്ലാവരും മുടങ്ങാതെ കേൾക്കണം. ഇതുവരെയുള്ള അയോധ്യാകാന്ഡത്തിലെ 2 ഭാഗങ്ങൾ വരെ ഇതുവരെ നമ്മൾ അതിനകത്തിട്ടു. ആദ്യം മുതൽ 14 പാർട്ട് വരെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ അതുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരെല്ലാവരും ചാനലിൽ കയറി നോക്കിയാൽ മതി. മാധവം എന്ന് പറയുന്ന ചാനലിൽ ഉണ്ട്. അതുപോലെ പ്ലേലിസ്റ്റിൽ അത് രാമായണം എന്ന് പറയുന്നൊരു പ്രത്യേക ഫോൾഡർ ആക്കിയും ഇട്ടിട്ടുണ്ട്. എല്ലാവരും കേൾക്കണം നിർബന്ധമായും. രാമനാമം ജപിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതിനകത്ത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. രാമായണം കഥകളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.